ബാങ്ക് ജപ്തി നടപടികളിൽ കുരുങ്ങി മാഞ്ഞാലി SN ജിസ്റ്റ് കോളേജ്. 6 വർഷം മുമ്പുള്ള കോളേജ് ഭരണസമിതി കൊഡാക് മഹീന്ദ്ര ബാങ്കിന്റെ എറണാകുളം ശാഖയിൽ നിന്നും 6 കോടി രൂപ വായ്പ എടുത്തിരുന്നു. 1 രൂപ പോലും തിരിച്ചടവില്ലാതെ വന്നതോടെ മുതലും പലിശയും ചേർത്ത് 19 കോടിയായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജപ്തി നടപടിയുമായി ബാങ്ക് അധികൃതർ എത്തിയത്. എന്നാൽ മാനേജ്മെന്റ് കുടിശ്ശികയുടെ ഒരു വിഹിതം അടച്ചതോടെ ജപ്തി തൽക്കാലത്തേക്ക് ഒഴിവാക്കി. കഴിഞ്ഞ ഒക്ടോബർ 15-ന് ബാങ്ക് ജപ്തി നടപടിയുമായി എത്തിയപ്പോൾ മാനേജ്മെന്റ് 1 മാസത്തെ സാവകാശം ചോദിച്ച് 1 കോടി രൂപയ്ക്കുള്ള ചെക്ക് നൽകി ജപ്തി നടപടികളിൽ നിന്നും തൽക്കാലം ഒഴിവായി. ബാങ്ക് പറഞ്ഞ കാലാവധി അവസാനിക്കുകയും ബാങ്കിന് കോളേജ് മാനേജ്മെന്റ് നൽകിയ ചെക്കിൽ അക്കൗണ്ടിൽ പണമില്ലാതെ മടങ്ങിയതോടെയാണ് വ്യാഴാഴ്ച ബാങ്ക് വീണ്ടും ജപ്തി നടപടിയുമായി എത്തിയത്. വ്യാഴാഴ്ച രാവിലെ വലിയ പോലീസ് സന്നാഹത്തോടെയാണ് ബാങ്ക് അധികൃതർ ജപ്തിക്കായി എത്തിയത്. കോളേജിന്റെ 2 പ്രധാന കവാടത്തിലും ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരെ ഒഴിവാക്കി പോലീസ് ഗേറ്റ് അടച്ച് നിയന്ത്രണം ഏറ്റെടുത്തു. ജപ്തി വിവരമറിഞ്ഞ് കോളേജ് ട്രസ്റ്റികളും എത്തിച്ചേർന്നു. ബാങ്ക് അധികൃതരുമായി വീണ്ടും ചർച്ച നടത്തി. ജപ്തി നടപടിയോടെ കോളേജ് അടച്ചുപൂട്ടിയാൽ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആകുമെന്നതിനാൽ നിരവധി രക്ഷിതാക്കളും കോളേജിൽ എത്തിയെങ്കിലും പോലീസ് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇതോടെ ഗേറ്റിൽ തടിച്ചുകൂടിയ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കോളേജിലേക്ക് കയറ്റിവിടാൻ ആവശ്യപ്പെട്ട് ബഹളം വെച്ചു. 11 മണിയോടെ കോളേജ് അധികൃതർ 1 കോടി രൂപ അടയ്ക്കാൻ തയ്യാറായതോടെ തൽക്കാലം ജപ്തി നടപടി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ 1 കോടി രൂപയ്ക്കുള്ള ചെക്ക് കൈപ്പറ്റാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല. കോളേജ് അധികൃതർ കൊഡാക് മഹീന്ദ്ര ബാങ്കിൽ പണമടച്ച ശേഷം രസീത് ഹാജരാക്കിയ ശേഷമാണ് വീണ്ടും ഇളവ് അനുവദിച്ചത്. മീഡിയ ടൈം, പറവൂർ.